അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുവൈറ്റിലെ ആ വീട്ടിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. തൻ്റെ പ്രിയപ്പെട്ട പിതാവ് തനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് തരുമെന്ന് ഒരിക്കൽ പോലും റിസ്വാന വക്കീൽ കരുതിയില്ല. യാ റബ്ബേ, എന്നാൽ ആഷി ഉസ്താദും തന്നെ പറ്റിച്ചിരിക്കുന്നു നൈസായിട്ട്. അതെ, ആഷി ഉസ്താദിനെ ഞാൻ പെണ്ണ് കാണാൻ വരുന്നുണ്ട് എന്ന് മെസ്സേജ് അയച്ചിട്ട് പോലും ഒന്നും തിരിച്ചിങ്ങോട്ട് പറഞ്ഞതൊന്നും ഇല്ലല്ലോ. അള്ളാഹു ഹൈറാക്കട്ടെ എന്ന് മാത്രമാണല്ലോ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അവൾക്ക് ഈ ഒരു സർപ്രൈസ് കൊണ്ട് ആകെപ്പാടെ എന്ത് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യുന്നറിയുന്നില്ല. പടച്ച റബ്ബിനെ ഒരുപാട് സ്തുതിച്ചു. അല്ലാ, അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ. അതെ പടച്ച റബ്ബേ, ഞാൻ എന്താണ് അനുഭവിക്കുന്നത് എനിക്കറിയുന്നില്ലല്ലോ. അതെ, മറ്റൊരു വിവാഹവുമായി വരുന്നുണ്ട്. ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ആളുകളെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അതും ഉപ്പയുടെ സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനാകെ ടെൻഷനായി പോയി. കാരണം റബ്ബേ, അല്ല സാരല്ല, എങ്കിലും ഉപ്പാക്ക് വേണ്ടിയല്ലേ എന്ന് കരുതി ഒന്നും ഒരു വാക്കും ഉപ്പയോട് ഞാൻ പറഞ്ഞില്ല. കാരണം മാതാപിതാക്കളുടെ സന്തോഷം അത് നമ്മൾ ഒരിക്കലും തല്ലിക്കെടുത്തുവാൻ പാടില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട്. പക്ഷെ അവൾ സുജൂദിൽ കിടന്ന് പടച്ച റബ്ബിനോട് ശുക്ർ ചൊരിയുകയാണ്. എന്നാൽ ഈ സമയം ആഷി ഉസ്താദും ഉപ്പയും സഫീറും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ല സഫീർ, പോവണ്ടേ? എന്നാൽ ഉപ്പ പറഞ്ഞു, പൊന്നു മക്കളെ, നിങ്ങൾ അത്രയും ദൂരം താണ്ടി യാത്ര ചെയ്ത് വന്നിട്ട് നിങ്ങൾ എന്താ റെസ്റ്റ് എടുക്കുക പോലും ചെയ്യാതെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരിക്കലും പോവരുത്. ഈ ആഴ്ച നിങ്ങൾക്ക് ലീവല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ കുവൈറ്റും അതുപോലെ ഇവിടെയുള്ള ഈ പരിസരങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഇവിടെ നിൽക്കി. സ്നേഹത്തോടെ ആ ഉപ്പ അത് പറയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ അതെ ഒരു ചമ്മലുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ സഫീർ പറഞ്ഞു, അത് ഇത്ര ദിവസം പൊന്നു മോനെ സഫീർ, എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ, എനിക്ക് നിങ്ങളെ നല്ലോണം ഇഷ്ടപ്പെട്ടു. അതെ, എൻ്റെ മരുമകനാകാൻ ഏറ്റവും യോജിച്ചത് നിങ്ങൾ തന്നെയാണ്. സഫീറിനോട് അത് പറയുന്നു. എന്നാൽ റിസ്വാന വക്കീലിനെ അവർ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് അറിയുന്നില്ല. ഉപ്പ പറഞ്ഞു, അവൾ എത്രയോ കോടതികളിൽ എത്രയോ വക്കീലുമാരുടെയും ജഡ്ജിയുടെയും ആളുകളുടെയും മുമ്പിൽ അവൾ വാക്കുകൊണ്ട് കസർത്തുന്ന പെണ്ണായിരുന്നല്ലോ. സത്യത്തിന് വേണ്ടി അവൾ എന്തും വിളിച്ചു പറയുമായിരുന്നല്ലോ. പക്ഷേ ഈ പെണ്ണിനെ നാക്കത് എവിടെ പോയി റബ്ബേ എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ ആ പിതാവ് അതാ അവളെ വിളിക്കുന്നു. മോളെ, മോളെ. ആ ഉപ്പ. ആഹാ, മോൾ നിസ്കരിക്കണം എന്നായിക്കോട്ടെ, ഞാൻ പിന്നെ വരാം. എല്ലുപ്പ കഴിഞ്ഞു. അല്ല, മോൾ നിസ്കരിച്ചോ, ഉപ്പ വരാം. അല്ലുപ്പ കഴിഞ്ഞു. പിന്നെന്താ നിസ്കാരപ്പാലത്തിന് ഇരിക്കുന്നത്? നിന്റെ ഉസ്താദ് നിന്നെ പെണ്ണ് കാണാൻ വന്ന ചെക്കനും വന്നിട്ട് നീ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയി കൊടുത്തോ? ഇല്ലല്ലോ ഉപ്പ. ശരിക്കും അവൾ നിസ്കാരക്കുപ്പായം അഴിച്ചു വെച്ച് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉപ്പ, നിങ്ങൾ എന്നെ ഇങ്ങനെ സർപ്രൈസ് തരും ഞാൻ ഒരിക്കലും വിചാരിച്ചു. എന്താ മോളെ, മോൾക്ക് അറിയുന്ന ആളാണ്, ഉപ്പാക്ക് അറിയില്ലായിരുന്നല്ലോ. പക്ഷെ അവർക്കറിയായിരുന്നു, എനിക്കറിയില്ലായിരുന്നല്ലോ. പൊന്നു മോളെ, ദീനിയായ ചെക്കനാണ്, ദീനി പഠിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉപ്പയോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് പറയാണ്. അപ്പോൾ മോൾക്കിത് അറിയായിരുന്നല്ലേ? അത് ഉപ്പ, കേസിൽ അകപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, നിരപരാധിയായ ആളാണ് സഫീർ. എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് തോന്നി. മോളെ, രക്ഷിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കൊരു മുഹബത്തും തോന്നിയല്ലേ? എന്നാൽ അത് കേട്ടപ്പോൾ അവൾ നാണിച്ച് തല താഴ്ത്തി. ഉപ്പ, അങ്ങനെയൊന്നും ആയിക്കോട്ടെ മോൾ, അതിനെന്താ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം. എനിക്ക് ആ ഒരു സിസ്റ്റമാണ് ഇഷ്ടം. അല്ലാതെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാതെ മറ്റാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ആ കുട്ടിയുടെ ജീവിതം കുട്ടിച്ചോറാകുന്നൊരവസ്ഥ ഒരാൾക്കും ഇല്ലാതിരിക്കട്ടെ. എനിക്കതിന് താല്പര്യമില്ല. ഏതായാലും ഉപ്പയുടെ മനസ്സ് നിറഞ്ഞു മോളെ. സത്യമായിട്ട് ഉപ്പക്കും അറിയില്ലായിരുന്നു. ഉപ്പ, എനിക്കും അറിയില്ലായിരുന്നു. കാരണം ഞാൻ എന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് എന്നുള്ളത് ആഷി ഉസ്താദിനെ വിളിച്ച് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അള്ളാഹു ഹൈറാക്കട്ടെ എന്ന് പറയുകയും ചെയ്തു. പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഉപ്പ. ആയിക്കോട്ടെ, അത് സാരില്ല. എന്നാലും അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ഏതായാലും അവരിങ്ങെത്തി. പൊന്നു മോളെ, മോള് സെലക്ട് ചെയ്ത സഫീർ വല്ലാത്ത ഗ്ലാമറാണ് മോളെ, മാഷാ അല്ലാ. അത് ആഷിയും സഫീറും രണ്ടിലാരാണ് ഏറ്റവും ഗ്ലാമർ എന്ന് തോന്നിപ്പോകുന്ന വിധമാണ്.
പക്ഷെ എൻ്റെ പൊന്നുമോൾക്ക് ഏറ്റവും അനുയോജ്യനായ യുവാവിനെ തന്നെ മോള് സെലക്ട് ചെയ്തിരിക്കുന്നു. ഉപ്പ സത്യമായിട്ടും. അപ്പോഴേക്കും ഉമ്മയും വന്നു. എന്താ ബാപ്പയും മോളും കൂടെ സ്വകാര്യം? ഒന്നുമില്ലടി, നമ്മളുടെ മോളുടെ സന്തോഷേ ഒന്ന്. അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരൊന്ന് സംസാരിച്ചോട്ടെ അല്ലേ, അവരൊന്ന് സംസാരിക്കട്ടെ. അവൾ നാണത്താൽ ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല അവരുടെ മുമ്പിൽ നിന്ന്. ഓഹോ, എല്ലായിടത്തും വാദിക്കുന്ന വക്കീലാണല്ലോ, ഇപ്പത് എന്ത് പറ്റി? ഉമ്മ അതൊക്കെ ഉണ്ടാവടി, നാണുണ്ടാവും. ലജ്ജ ഈമാൻ്റെ ഭാഗമാണെന്നാണല്ലോ എൻ്റെ കുട്ടിക്ക് അതുണ്ട്, അതുകൊണ്ടാണ്. എന്തൊക്കെ തന്നെയായാലും അതാ ഉപ്പ അവളെ വിളിക്കുന്നു. ഉമ്മയും മോളെ ഇന്നാ കുറച്ച് സ്വീറ്റ്സ്, ഇത് ഉമ്മ ഉണ്ടാക്കിയതാണിപ്പോൾ, ഇതൊന്ന് കൊണ്ടുപോയി കൊടുത്തേ. ശരിക്കും അവൾ ഉമ്മ അതിനെന്താ മോളെ, ഒന്ന് നിൻ്റെ ഉസ്താദാണ്, നിന്നെ കണ്ടാൽ പ്രശ്നമില്ല. രണ്ടാമത്തതാണെങ്കിൽ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ്ടേ മോളെ? അവർ രണ്ടുപേരും ആ പൂന്തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. അവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ചെറിയൊരു ഗാർഡൻ അവർ സെറ്റാക്കിയിരുന്നു. അതിലായിരുന്നു അവർ ഇരുന്നിരുന്നത്. മോളെ, ആ ഉമ്മ ഇന്ന് ഈ സ്വീറ്റ്സ് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഇതൊരു സ്പെഷ്യൽ സ്വീറ്റ്സാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാകും. മോൾ കൊണ്ടുപോയി കൊടുക്കുക. ഉമ്മ കൊണ്ടുപോയി കൊടുക്കുമോ? ഞാൻ പിന്നാൽ. എൻ്റെ പൊന്നു പെണ്ണേ, പെണ്ണ് കാണാൻ വരുന്നത് എന്നെയാണ്. അല്ല, നിങ്ങൾക്കൊന്നും ചോദിക്കും പറയും മിണ്ടൊന്നും വേണ്ടേ? എന്നാൽ ഉപ്പ പറഞ്ഞു, ചോദിക്കാനും പറയാനും മിണ്ടാരൊക്കെ അവർക്ക് കേസ് നടക്കുന്നിടത്ത് സ്ഥാനം കിട്ടാൻ ചാൻസ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. എന്നാൽ ഉമ്മ അത് കേട്ട് ചിരിച്ച്, ഇക്കയുടെ ഒരു കാര്യം എന്താന്നില്ലേ, മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷം. മോളെ, പൊന്നുമോളെ. എന്താ? പിന്നെ നിൻ്റെ ചെക്കൻ സുന്ദരനാട്ടോ. എങ്ങനെ എൻ്റെ പൊന്നുമോൾക്ക് ഇത്രമാത്രം സുന്ദരനായ ഒരാളെ കിട്ടിയത്? ഉമ്മ, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല. ഇത് ശരിക്കും സർപ്രൈസ് എന്നാണ്. അവിടുന്ന് കണ്ടിരുന്നു, പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതം എനിക്ക് ലഭിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. എങ്കിലും പടച്ചവനോട് പ്രാർത്ഥിച്ചിരുന്നു. എന്നാലേ മോളെ, നിൻ്റെ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിച്ചു എന്ന് വിചാരിച്ചാൽ മതി. മോളൊന്നും വിചാരിക്കണ്ട. എന്നാ ആ സ്വീറ്റ്സ് ചൂടോടെ അവളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഉപ്പയും പറഞ്ഞു, മോള് ചെല്ല് മോളെ. എന്താ മോളെ ഇങ്ങനെ നാണിച്ചു നിന്നാലെങ്ങനെ? അതൊക്കെ അങ്ങ് ശരിയായിക്കോളും കുറച്ച് കഴിയുമ്പോൾ. ഫസ്റ്റ് ടൈം അല്ല, അതായത് ഈ വിവാഹത്തിൻ്റെ കാര്യമായതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു മോൾ ഇത് കൊണ്ടുപോയി കൊടുക്ക്. അവൾ നാണിച്ച് ആ ഗാർഡനിലേക്ക് ചെല്ലുന്നു. എന്നാൽ ആഷി ഉസ്താദ് പെട്ടെന്ന് അത് കണ്ടു. വാ മോളെ, എന്താ അവിടെ നിൽക്കുന്നത്? അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ആപ്പിൾ ചെടിയുടെ താഴത്തായിട്ട് അവൾ നിന്നു. മോളിങ്ങ് വാ മോളെ, വാ. അവൾ നാണിച്ച് വരുന്നു. എൻ്റെ ശിഷ്യ വരുന്നുണ്ട് സഫീറെ, നീ അവളെ മെല്ലെ നോക്കണം കേട്ടോ, രൂക്ഷമായി നോക്കല്ലേ. സഫീറിനെ കളിയാക്കിക്കൊണ്ട് പെട്ടെന്നാണ് സഫീർ ആ കാഴ്ച കണ്ടത്. മാഷാ അല്ലാ, തൂവള്ള ഗൗൺ അണിഞ്ഞുകൊണ്ട് മനോഹരമായൊരു സുന്ദരി പെണ്ണ് ആ ഒരു പൂന്തോട്ടത്തിലൂടെ നടന്നു വരുന്ന ആ ഒരു മനോഹരമായ കാഴ്ച അവൻ്റെ കണ്ണുകൾക്ക് കൂടുതൽ സൗന്ദര്യം ഉള്ളതുപോലെ തോന്നി. ഒരു നിമിഷം അവൻ എഴുന്നേറ്റ് വന്നു. അല്ല, പെണ്ണ് കാണാൻ വരുമ്പോൾ അങ്ങനെ എഴുന്നേറ്റിൽ കണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇരിക്കുക. പിന്നെ എന്താ സൗന്ദര്യം കണ്ടിട്ട് മയങ്ങിപ്പോയോ? എൻ്റെ ശിഷ്യയെ നീ കണ്ണു വെക്കല്ലേട്ടോ സഫീറെ, പ്രാഗല്ലേട്ടോ. എൻ്റെ സുന്ദരി കോതയാണ് അവൾ, വെള്ളാരം കണ്ണുള്ള സുന്ദരി. ശരിക്കും ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ സഫീറിന് എന്ത് ചെയ്യണമെന്നായിപ്പോയി. അവളുടെ മുഖത്ത് നിന്ന് അവന് കണ്ണെടുക്കുവാൻ കഴിഞ്ഞില്ല. ആ സ്വീറ്റ്സുമായി അവൾ അവിടെ തന്നെ നിന്നപ്പോൾ ഉസ്താദ് വിളിച്ചു, മോളെ റിസ്വാൻ, മോള് വാ. ഉസ്താദേ, ഇതാ. മോളെ, എനിക്കല്ല, ഫസ്റ്റ് മൂപ്പർക്ക് കൊടുക്ക്. നിന്നെ പെണ്ണ് കാണാൻ വന്ന ചെക്കൻ കൊടുക്ക്. ഉസ്താദേ, മോള് ഭയപ്പെടണ്ട. എന്താ ഇത്രമാത്രമുള്ള ധൈര്യം? അതല്ല, മോള് കൊടുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്വീറ്റ്സിൻ്റെ പാത്രം നേരെ സഫീറിൻ്റെ മുന്നിലേക്ക് നീട്ടി. അവൻ അതിൽ നിന്ന് ഒന്ന് എടുത്തില്ല എന്നുള്ള മട്ടിൽ അവൻ ആ കൈകൾ ആ പ്ലേറ്റിൽ തന്നെ വെച്ചു. എന്നാൽ റിസ്വാൻ ഒരു നിമിഷം വിചാരിച്ചു, അതെടുത്തു കഴിഞ്ഞാൽ ആ പാത്രം വലിക്കാമായിരുന്നു. പക്ഷേ സഫീർ അവളുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് അതിൽ പിടിച്ചു തന്നെ ഇരുന്നു. എടുത്തോളൂ. അവളുടെ ആ ഒരു മധുര സുന്ദരമായ ആ ഒരു ശബ്ദം. എന്ത് പേര്? അറിയാത്ത രീതിയിൽ ചോദിച്ചു. എന്നാൽ പെണ്ണ് കാണാൻ പോകുമ്പോൾ അത് പതിവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ വെറുതെ ഒന്ന് ചോദിച്ചു. അത് ഫാത്തിമ റിസ്വാന. ഓ മാഷാ അല്ലാ, ഫാത്തിമ റിസ്വാനയാണല്ലേ,
ഇനി പഠിക്കണോ? ആ ആ ഞാൻ മജിസ്ട്രേറ്റ് എക്സാം എഴുതാൻ വേണ്ടി. ഓക്കെ ഓക്കെ, മാഷാ അല്ലാ, ഉയരങ്ങളിലെത്തട്ടെ. തികച്ചും ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഭർത്താവിനെ പോലെയായിരുന്നു ആ നിമിഷം തന്നെ അവൻ്റെ സംസാരം. എന്നാൽ അവൾ പതുക്കെ ആഷി ഉസ്താദിനെ നോക്കി. എന്നാൽ ആഷി ഉസ്താദ് കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ നിങ്ങളെ, ഇതൊന്നും സംസാരിച്ചാൽ പോരാ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും, ഒന്നുമല്ല. ഞാനൊന്ന് മാറിത്തരട്ടെ? ആഷി ഉസ്താദ് അത് പറഞ്ഞപ്പോൾ റിസ്വാനയുടെ മനസ്സിൽ ചെറിയൊരു പേടി തോന്നി. വേണ്ട ഉസ്താദ്, അവിടെ ഇരുന്നോളൂ. അല്ല, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആഷി ഉസ്താദ് അവിടെ നിന്ന് പോയി. അതെ, സഫീറിനും അവൾക്കും വേണ്ടി ഒരവസരമാണ് ഒരുക്കി കൊടുത്തിട്ടുള്ളത്. കാരണം അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരസ്പരം അവർക്ക് തുറന്ന് പറയാനുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കതിൽ തടസ്സം നേരിടും. എന്നാൽ ആ ഗാർഡനിലെ ഒരു ബെഞ്ചിൻ്റെ ഒരറ്റത്തായിട്ട് അതാ സഫീർ ഇരിക്കുന്നു. മറുഭാഗത്തായിട്ട് അവളോടും ഇരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഫാത്തിമ റിസ്വാനയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? എന്നാൽ അത് കേട്ടപ്പോൾ റിസ്വാന വക്കീലിൻ്റെ ആ ഒരു മുഖം ഒന്ന് താഴ്ന്നു. അവളുടെ കണ്ണുകളിൽ ഒരു പ്രകാശം പരക്കുന്നതായിട്ട് അവന് തോന്നി. അത് അവളുടെ ആ മുഖത്തെ പുഞ്ചിരി ഒന്ന് വിടരുന്നു, കവിളിലെ നുണക്കുഴികൾ വിടരുന്നു. ശരിക്കും അവൻ ചോദിച്ചു, എന്താ ഉത്തരമൊന്നും പറഞ്ഞില്ല? മൗനത്തിനർത്ഥം സമ്മതം എന്നാണ് എന്ന് ഞാൻ കണക്ക് കൂട്ടട്ടെ? ശരിക്കും സഫീറിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൾ നാണത്തോടെ ഒന്ന് തല പതുക്കെ പൊക്കി. അവളുടെ കണ്ണുകളിൽ അതെല്ലാം ഉണ്ടായിരുന്നു. അത് അവനോടുള്ള ഇഷ്ടം അവളുടെ കണ്ണുകളിൽ കത്തിജ്വലിക്കുന്നുണ്ടായിരുന്നു. എന്താ ഒന്നും പറഞ്ഞില്ലല്ലോ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ തന്നെ സഫീർ അവൻ്റെ കൈയെടുത്ത് ഇടത് നെഞ്ചിൽ അമർത്തി പിടിച്ചു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അവൻ പടച്ചറബിനെ സ്തുതിച്ചു. പിന്നെ ഫാത്തിമ, ഞാൻ നിന്നോട് എന്തെങ്കിലും ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, എന്തും ചോദിക്കാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അന്ന് കോടതി മുറിയിൽ വെച്ച് കണ്ട അത്രക്കും സ്മാർട്ടായ റിസ്വാന വക്കീൽ തന്നെയാണോ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നാണിച്ചു നിൽക്കുന്നത്? എന്നാൽ അത് കേട്ടപ്പോൾ അവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് എൻ്റെ ജോലിയുടെ ഭാഗമല്ലേ, ഇതെൻ്റെ പെണ്ണ് കാണാനല്ലേ. എന്നാൽ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. വക്കീലേ, എനിക്ക് കുറച്ച് കേസ് വാദിക്കാണ്ട്, എന്നെ ഒന്ന് സെറ്റാക്കി തരുമോ? പിന്നെന്താ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ സഫീറിന് അവൻ്റെ മനസ്സിനുള്ള വേദനകളും വിഷമങ്ങളുമെല്ലാം അവളോട് തുറന്ന് പറയണം എന്നുണ്ടായിരുന്നു. കാരണം ജസീർ എന്നു പേരുള്ള തൻ്റെ ജ്യേഷ്ഠനെ കുറിച്ചും അതെല്ലാം. പക്ഷേ ഇന്നത്തെ ദിവസം ഒരിക്കൽ പോലും സന്തോഷം കെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പകരമായി റിസ്വാന വക്കീലിനോട് ചോദിച്ചു, മജിസ്ട്രേറ്റ് എക്സാം ഇനി എത്ര മാസം ഉണ്ടാകും? എന്നപ്പോൾ ഫ്രീ ആയി എൻ്റേത് മാത്രമാകുക. ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾ ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം. അവൾ സന്തോഷത്തോടെ അദ്ദേഹത്തിനെ നോക്കി ചിരിച്ചു. എന്നാൽ ആഷി ഉസ്താദ് അപ്പുറത്ത് നിന്ന് വരുന്നുണ്ടായിരുന്നു. എന്തായി, കഴിഞ്ഞോ? ഞാനിവിടെ പുറത്താണ് കേട്ടോ, ഒന്നും കേൾക്കുന്നില്ല, നിങ്ങൾ സംസാരിച്ചോളൂ നല്ല കൂളായിട്ട്, യാതൊരു രീതിയിലുള്ള മടിയും കാര്യങ്ങളും വേണ്ട കേട്ടോ. ഓക്കെ, പിന്നെ പറയാനുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോളൂ. പിന്നീട് അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇഷ്ടം പോലെ ടൈം തന്നിരിക്കുന്നു. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് ആഷി ഉസ്താദ് പോകുമ്പോൾ, ഉസ്താദേ, അവൾ വിളിച്ചു. എന്തേടി? ഉസ്താദ് പോകണ്ട, അതിനെന്താ, ഞങ്ങൾക്കൊന്നും പറയാനൊന്നുമില്ല അല്ലേ സഫീർ? അപ്പോഴാണ് അവളൊന്ന് ആക്റ്റീവായത്. അല്ലെങ്കിലും ഉസ്താദിനെ കാണുമ്പോൾ അവൾക്ക് കുറച്ച് ഉഷാറ് കൂടുന്നുണ്ട്. കാരണം തനിക്ക് എൻ്റെ എല്ലാ മേഖലയിലും തൻ്റെ വിജയത്തിൻ്റെ കാരണക്കാരൻ ഉസ്താദ് കൂടിയാണ്. അതെ, വക്കീലിൻ്റെ എക്സാം എഴുതുവാനും അതിനുവേണ്ടി പ്രേരിപ്പിച്ചതും തനിക്ക് സപ്പോർട്ട് നൽകിയതിലും ആഷി ഉസ്താദിന് വലിയൊരു പങ്ക് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഏത് കേസുകളും ആഷി ഉസ്താദ് അവളെ ഏൽപ്പിക്കുക പതിവാണ്. എൻ്റെ ശിഷ്യയാണ്, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്.
എന്നുള്ളൊരു വാക്കുകൾ എപ്പോഴും ആഷി ഉസ്താദ് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആയിരുന്നത്. എന്നാൽ ആഷി ഉസ്താദ് പറഞ്ഞു, മക്കളെ, എൻ്റെ പൊന്നു മക്കൾ സംസാരിച്ചിരിക്കുക കുറച്ചും കൂടെയൊക്കെ കേട്ടോ. സംസാരിച്ച് ഞാൻ ഇവരുടെ ഉപ്പയുടെ കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. അദ്ദേഹം ഇവിടെ എന്താ കുറച്ച് വില്ലാസോ എന്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് ആഷി ഉസ്താദേ ഞങ്ങളും കഴിഞ്ഞു അല്ലേ ഫാത്തിമ? ഫാത്തിമ എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഫാത്തിമ റിസ്വാൻ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് വളരെ ലോങ് ആയിട്ട് തോന്നുകയാണ്. ഫാത്തിമ എന്ന് വിളിക്കുമ്പോൾ ചെറുതായിട്ട് എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. അവളുടെ മുഖവും മനസ്സും നിറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കണ്ട് ആഷി ഉസ്താദ് പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹുവേ ഇവരുടെ ഈ ഒരു സന്തോഷം എന്ന് നീ നിലനിർത്തി കൊടുക്കണേ അള്ളാഹുവേ, ആമീൻ. ആ സ്വീറ്റ്സ് എടുത്ത് അദ്ദേഹം വായിലേക്കിട്ടു. ഫാത്തിമ റിസ്വാനയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി. അവളും അവളുടെ മനോഹരമായ പുഞ്ചിരി സഫീറിന് വേണ്ടി സമ്മാനിച്ചു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.